അഭിനയം കണ്ടവർ പകയ്ക്കും, അടുത്തവർ അകലും, അകന്നവർ അടുക്കും, എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മാത്രമാണ് നമ്മളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്നവരും സലീംകുമാറിനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സംഗീതം ചെയ്ത സിനിമയിൽ, പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ ഒരു പാഠങ്ങൾ അറിയാതെ പഠിക്കുന്നു. ഓരോരുത്തരും സൈസ്മാർ പറഞ്ഞത് ഓരോരുത്തരും മരിക്കുമ്പോൾ മൊത്തം മരിക്കുകയെന്ന് പറയുന്നില്ല, എന്നിട്ട് ആളുകൾ പലരും മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വായിക്കുന്നത്ര നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുമ്പോൾ പിന്നെ അതിന് നമ്മൾ പുതിയ പാഠം പഠിക്കും. ഓരോ പുസ്തകങ്ങളാണ് 1000 സൂര്യചന്ദ്രന്മാർ കാണുന്ന 1000 പൂർണ്ണചന്ദ്രന്മാർക്കാരും പുസ്തകങ്ങളായിട്ട് ശരിയാക്കാറുണ്ട്. ആലപ്പുഴ ക്ഷേമജീന്ദ്രനാഥൻ ആലപ്പുഴ ക്ഷേമജീന്ദ്രനാഥൻ നോക്കുക, ആദ്യം ചരമവളാണ് പത്രത്തിൽ. ഞാനും അതുപോലത്തെ ഒരാളാണ്. അയാളെ കണ്ടിട്ടല്ലേ തോന്നുന്നത്. ഞാൻ സത്യമായ വാർത്ത 3-5 പത്രം വായിക്കുന്നതാണ്. സത്യമായ വാർത്ത ആദ്യം വായിക്കുമ്പോഴതാണ്. പിന്നെ നോക്കുക സിനിമ ബാക്കിയുള്ളത് അതിശയമാണ് തോന്നിയാലും മറ്റൊരു വേറെ എത്തിയും മറ്റൊരു മഴമായിട്ട് വേറെ എത്തും. ഇങ്ങനെയല്ലേ ഇവിടെ കാണുന്നത്. CC-യിലായിട്ടും വേറെ എത്തും. ഓരോരുത്തർക്കൊന്നുമില്ലാത്ത വാർത്ത, സത്യമായ വാർത്ത ഇതേയുള്ളൂ. അപ്പം പിന്നെ അതുകൊണ്ട് അത് വായിക്കുന്നു. അത് മാത്രമല്ല, എനിക്കറിയുന്ന ആളെല്ലാം ഫോട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്ര ആൾ ഒട്ടിക്കുന്നുള്ളത് അദ്ദേഹം തീരുമാനമെടുക്കും. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾ മരിച്ചവരെല്ലാം ഫോട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വലിയ ഡയറികളുണ്ട്, മരിച്ചവരെല്ലാം ഫോട്ടോ എൻ്റെ വീട്ടിൽ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 9 ഡയറി എടുക്കുന്നത്. രാത്രി കാണുന്ന സ്വപ്നം പോലും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. രാത്രി ഉറക്കത്തെ കാണുന്ന സ്വപ്നം പോലും ഞാൻ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ 8-9 ഡയറികൾ എനിക്കുണ്ട്. അത് പറയേണ്ട സ്ഥലമല്ലേ ഇത്. ഏതായാലും നമുക്ക് ഓരോ പേജ്, എനിക്ക് എത്ര പേജാണെന്നൊന്നും അറിയില്ല. എത്ര പേജ് എന്ന് മാർക്കാൻ പേര് 18 പേജായിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കാൻ പേര് അല്ലേ. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്ക് പിന്നെ ശിവനെ പിടിച്ചിട്ട് പിന്നെ ഐശ്വര്യ കഥ ഉണ്ടല്ലോ. ശിവനെ കെട്ടിപ്പിടിച്ചിട്ട് ശിവലിംഗം കെട്ടിപ്പിടിച്ചിട്ട് കഥ 18 വയസ്സായ ഇതുപോലെ നമുക്കൊക്കെ എങ്ങനെയല്ലോ ആയുസിങ്ങനെ നീട്ടി കിട്ടുന്നതാണ് ദീപാന്തരത്താൽ. അപ്പം പിന്നെ ഒന്ന് മാത്രം ഓർമ്മിക്കുക, ആരും നിസ്സാരമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരാളെ കണ്ടിട്ടോ നേരത്തെ ഉറപ്പായിട്ടങ്ങനെ പറഞ്ഞു കാണുന്നത് ഇയാൾ എന്തെങ്കിലും പറ്റുമോ, അയാൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 100 രൂപ വെച്ച് കടത്തിൽ ചേർത്തണം ഉറപ്പിനെ കൊണ്ട് കരുതുക. ഒരു 100 രൂപയുടെ സുരക്ഷ വെച്ചാൽ ചിലപ്പോൾ തരുന്നു. പക്ഷെ നമുക്കൊരു കരടാശം ചിലപ്പോൾ കരുത് തന്നിരിക്കും. അപ്പം 100 തരാത്തിനെ കൊണ്ട് ചീത്ത വന്ന കയ്യിലുണ്ടോ. സുരേഷോട് മകന്മാരായിട്ട് 100 രൂപ CC-യിലായിട്ട് 100 രൂപ കണ്ടു വെച്ച് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന് അർത്ഥമില്ല.